സ്കൂൾ സമയമാറ്റത്തെ ഭൂരിഭാഗം രക്ഷിതാക്കളും പിന്തുണച്ചെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. അനാവശ്യ അവധികൾ കുറയ്ക്കണമെന്നും സർവേയിൽ പങ്കെടുത്ത 41% രക്ഷിതാക്കളും അഭിപ്രായപ്പെട്ടു. അക്കാദമിക് കലണ്ടർ തയ്യാറാക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് മീഡിയ വണ്ണിന് ലഭിച്ചു. സിജോ വിജോൺ ചേരുന്നുണ്ട്. സിജോ, രക്ഷിതാക്കളുടെ പിന്തുണയെന്നാണ് സമിതിയുടെ റിപ്പോർട്ടിലുള്ളത്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്? ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വലിയ വിവാദമാണ് ഉയർന്നു നിൽക്കുന്നത്. സ്കൂൾ സമയമാറ്റത്തിൽ അത് നിലവിലുള്ള സമയം മാറ്റിയ തീരുമാനത്തിൽ പിന്നോട്ടില്ല എന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. എന്നാൽ തുടർ ചർച്ചകൾ വേണം എന്നുള്ള ആവശ്യത്തിൽ മറ്റൊരു വിഭാഗം ഉയർച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാരിന് തന്നെ ഏറെ ആശ്വാസകരമായി വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. ഈ അക്കാഡമിക് കലണ്ടർ തീരുമാനിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലാണ് ഈ സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം രക്ഷിതാക്കളും ഈ സ്കൂൾ സമയമാറ്റത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നെന്ന് വിവരങ്ങൾ വരുന്നത്. 50.7% രക്ഷിതാക്കളും ഈ സ്കൂൾ സമയമാറ്റത്തെ പിന്തുണയ്ക്കുന്നുവെന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ വെറും 6.4% ആളുകൾ മാത്രമാണ് ഈ സ്കൂൾ സമയമാറ്റത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് സമയമാറ്റം എന്ന് പറയുമ്പോൾ ഒരു ദിവസം, ആ ദിവസത്തിലെ പരമാവധി സമയം ഇത് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതേസമയം തന്നെ ഈ രക്ഷിതാക്കൾ പഠന ദിവസങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തിൽ പരമാവധി പഠന സമയം കൊണ്ടുവരിക, എന്നാൽ ഈ അക്കാഡമിക് ദിവസങ്ങൾ ഇനി കൂട്ടേണ്ട എന്നുള്ള നിലപാടിലാണ് ഉള്ളത്. അങ്ങനെ 87% ആളുകൾ രക്ഷിതാക്കൾ ദിവസങ്ങൾ കൂട്ടുന്നതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിലബസ് കുറയ്ക്കാനും അനാവശ്യ അവധികൾ കുറയ്ക്കാനും നടപടികൾ വേണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ വേണമെന്നുള്ള കാര്യവും 41% രക്ഷിതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 6 ജില്ലകളിലായിരുന്നു ഇത്തരത്തിലൊരു സർവേ നടത്തുന്നത്. വയനാട്, പാലക്കാട്, ആലപ്പുഴ, തിരുവനന്തപുരം, കാസർഗോഡ്, മലപ്പുറം ജില്ലകൾ. ഈ ജില്ലകളിലായി അധ്യാപകർ 819 അധ്യാപകരും 520 വിദ്യാർത്ഥികളും രക്ഷിതാക്കൾ 156 പേരുമാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാണ്. ഏറ്റവും വാദിക്കാൻ പറ്റുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ. പക്ഷേ അതാണ് ആശ്വാസകരമാണോ എന്നുള്ളതാണ്. സംസ്ഥ ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ ഉന്നയിച്ചിരുന്നു. സർക്കാരുമായി ചർച്ച നടക്കേണ്ടിയിരുന്നതാണ്. ഇനി ആ ചർച്ച നടക്കും. നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും എന്ന് ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇനി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. പക്ഷേ അതിൽ അയാനുള്ളൊരു സാധ്യത വലിയ സമരത്തിലേക്കൊക്കെ പോകും എന്നാണ് സംസ്ഥ നേരത്തെ അറിയിച്ചിരുന്നത്. അത്തരത്തിൽ സർക്കാരിനെ സംബന്ധിച്ചത് ഒരു ആശ്വാസകരമല്ലല്ലോ. സർക്കാർ ആദ്യമേ തന്നെ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. സർക്കാരിന്റെ ഒരു തീരുമാനപ്രകാരമല്ല ഇത്തരത്തിൽ സ്കൂൾ സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് രാവിലെയും അരമണിക്കൂർ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. രാവിലെയും 15 മിനിറ്റോ വൈകുന്നേരവും 15 മിനിറ്റോ നിലപാടിൽ വന്നിരിക്കുന്നത്. ഇത് തുടർ ചർച്ചകൾ വേണമെന്നുള്ള ഒരു ആവശ്യം മുന്നിട്ട് വെച്ചപ്പോൾ ചർച്ചയാവാം. പക്ഷേ ആ കാര്യം സ്കൂൾ സമയമാറ്റത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഞങ്ങൾ അവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും എന്നുള്ള കാര്യമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഇനി ഇതിനകത്തൊരു പുതിയൊരു സൊല്യൂഷൻ എന്ന നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, സംസ്ഥ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരിക്കുന്നത് രാവിലെ 15 മിനിറ്റ് എന്നുള്ളതും വൈകിട്ട് 15 മിനിറ്റ് എന്നുള്ളതാണ്. അത് സമയം ചേഞ്ച് ചെയ്ത് ഈ രാവിലത്തെ 15 മിനിറ്റ് എന്നുള്ളത് വൈകിട്ടത്തേക്കുള്ള 15 മിനിറ്റോടെ ആഡ് ചെയ്യുക. അങ്ങനെ രാവിലെ കൃത്യമായ സമയത്ത് പഴയ രീതിയിൽ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ തുടരുക, വൈകിട്ടത്തേക്ക് അരമണിക്കൂർ എന്ന നിലയിൽ അത്തരത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത്. അതിനെ സംബന്ധിച്ച് സർക്കാർ ഇതുവരെ ഒരു കൃത്യമായ നിലപാട് പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായും ഇനി സംസ്ഥ ഉൾപ്പെടെയുള്ള സംഘടനകളുമായിട്ടുള്ള ചർച്ചകളിലൊക്കെ അത്തരം നിർദ്ദേശങ്ങൾ പരിഗണിക്കപ്പെടാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുറുപ്പുചീട്ട് തന്നെയാണിത്. കാരണം ഒരു വിദ്യാർത്ഥിയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ, അല്ലെങ്കിൽ അതെങ്ങനെ വേണമെന്ന് കാര്യങ്ങൾ പറയുന്നത് വിദ്യാർത്ഥിയോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് എന്ന് പറയുന്നത് അവരുടെ രക്ഷിതാക്കളാണ്. ആ രക്ഷിതാക്കളാണ് ഭൂരിഭാഗവും ആളുകൾ, ഈ സർവേയിൽ പങ്കെടുക്കുക 50%-ലധികം ആളുകൾ ഈ സമയം വർദ്ധിപ്പിക്കണം, പരമാവധി സമയം വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വേണ്ടി സ്കൂളിൽ വേണം എന്നുള്ള നിലപാടെടുത്തത്. സ്വാഭാവികമായും അത് സർക്കാരിന് എടുത്തു പറയാൻ സാധിക്കും. അത് രക്ഷിതാക്കളുടെ കൂടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇത് ഈ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം സർക്കാരിന് പറയാൻ പറ്റും. അത്ര നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റും. പൊതുസമൂഹത്തിൽ